ഹായ്, എല്ലാവർക്കും ഓൺലൈൻ കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് നടന്ന UPSC എക്സാമിൻ്റെ ആൻസർ കീ ഒന്ന് പരിചയപ്പെടാം. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് D ആണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. പെട്ടെന്ന് ആൻസർ വായിച്ചു പോവാണ്. സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ആത്മവിദ്യാസംഘമാണ്. ഉത്തരം ഓപ്ഷൻ ബി. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താണ്? ഉത്തരം പുഷ്പക്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 5 ആണ്. മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് സിഗുറാത്തുകൾ എന്നാണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ എന്തിൻ്റെ തെളിവാണ് ലഭിച്ചത്? ഉഴുതവയൽ. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിലെ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ്? കേരള ജനത എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? കുറിച്യർ കലാപമാണ്. 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണകാലത്താണ്? ഭരണപരിഷ്കരണത്തിനെതിരെ നടന്ന സമരമാണ്. CP രാമസ്വാമി അയ്യരുടെ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല? ബനാറസ് ഹിന്ദു സർവകലാശാലയാണ്. 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. 12 കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പു നിയമം ലംഘിച്ചത്? കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് താഴെ കൊടുത്തതിൽ? രാജ്യസഭാ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കൽ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിനുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ദേശീയ ഹരിത ട്രിബ്യൂണലാണ്. താഴെ കൊടുത്തവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലത്തിന്റെ ഭാഗമല്ലാത്തത്? ബാക്കിയെല്ലാം കിഴക്കനാണ് കേട്ടോ. കൊങ്കൺ സമതലമാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് കൃഷ്ണ. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉൽക്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവന ശരിയായത് ഏതെല്ലാമാണ്? ഒന്നാമത്തെ രണ്ടാമത്തെയാണ് ശരിയായ പ്രസ്താവന. വായ്പ നിയന്ത്രിക്കൽ സർക്കാരിൻ്റെ ബാങ്ക്. 1 രൂപ നോട്ട് അച്ചടിക്കൽ റിസർവ് ബാങ്ക് അല്ല കേട്ടോ. സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത്? ഔപചാരിക ബന്ധം. ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ പ്രവേഗം 18 km/hൽ 36 km/h ആക്കുന്നു. അങ്ങനെയെങ്കിൽ മീറ്റർ/സെക്കൻഡ് അതിൻ്റെ ത്വരണം എത്രയാണ്? ഉത്തരം 1 ആണ് കേട്ടോ. ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് വിസ്കോസിറ്റി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ്
ഇല്ല. താഴെ തന്നിരിക്കുന്നതിൽ കാന്തത്തിന് പറയുന്നവയിൽ ഏതാണ് ശരിയെന്ന്. താഴെ തന്നിരിക്കുന്നതിൽ കാന്തത്തിന് പറയുന്നവയിൽ ഏതാണ് ശരി? രണ്ട് ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ്. പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്താണ്? ദൂരമാണ്. പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? ഖരമാണ്. ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജം സ്ഥിരമായി നിലകൊള്ളും. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F ആണ്. രണ്ട് പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എന്താകും? F/4 ആകും. വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോ വാട്ടാണ്? 1. ഹോമോ ലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡേഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. -CH2 ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കുന്നത്? അഭികാരകത്തിൻ്റെ നിറം. വൈദ്യചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനാൽ ഉപയോഗിക്കുന്നത് എത്ര ഗാഢതയുള്ള ഉപ്പുലായനിയാണ്? 0.9%. താഴെ പറയുന്നവയിൽ ഏതാണ് സംക്രമ ലോഹം അല്ലാത്തത്? അലൂമിനിയം. ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട്? 8, 6. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വന്തമാക്കാൻ സാധിക്കാത്ത ലോഹം Cu. അന്തരീക്ഷ മർദ്ദം 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത്? 99.6 ഡിഗ്രി സെൽഷ്യസിൽ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡർ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസീറ്റുകൾ എന്ന ഫഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് പെനിസീലിയമാണ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ DNA പ്രൊഫൈലിംഗ് ആണ്. മനുഷ്യൻ്റെ ആദ്യ പാലിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ഓപ്ഷൻ A ആണ് കേട്ടോ. ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? നോവാവാക്സ്. B ആണ് ഓപ്ഷൻ. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 26 പ്രത്യേകത കണ്ടൽ ദിനമായി ആചരിക്കുന്നു. ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഗ്രാന. ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫോലോമികകളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലാക്റ്റിയലുകൾ. ഇനി ആൻസർ മാത്രം വായിച്ചു പോവുകയാണ്. ഓപ്ഷൻസ് 46ാമത്തെ മാത്സ് ആണ്. 13. ഓപ്ഷൻ ഡി 13. 47 ഓപ്ഷൻ എ 2010. 48 ഓപ്ഷൻ സി 9%. 49 ഓപ്ഷൻ ബി 5000. 50 ഓപ്ഷൻ സി 0.256. 51 ഉത്തരം ഡി 6 ഉത്തരം. 52 ഉത്തരം ഡി 75 ഡിഗ്രിയാണ്. 53 ഉത്തരം എ ആണ്, ഉത്തരം 2. 54 ഉത്തരം ബി, ഉത്തരം 3. 55 ഉത്തരം ബി ആണ്, ഓപ്ഷൻ ബി. അതുപോലെ 56 ഓപ്ഷൻ എ 3825 ആണ് ഉത്തരം. 57 ഇതിൽ ഉത്തരമില്ല, തെറ്റാണ്, ഓപ്ഷൻ ഇല്ല.
58 ഓപ്ഷൻ ബി 0.25. 59 ഉത്തരം സി 3/7. 60 ഉത്തരം 48 ആണ്. ഇനി 61 സൈക്കോളജിയാണ്. ഓപ്ഷൻ മാത്രം വായിക്കാം. 2, 3. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി 2, 3. വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി. ഇനി അടുത്തത് താഴെ പറയുന്നവയിൽ പര്യാവരണത്തിൻ്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകമാണ് ചോദിച്ചത്. ശരീരത്തിൻ്റെ ഉയരം. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിന് ഡേഷ് എന്നറിയപ്പെടുന്നു. എ ആണ് കേട്ടോ, സ്വാംശീകരണമാണ്. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിന് അറിയപ്പെടുന്നത് സ്വാംശീകരണം എന്നാണ്. അടയാളപ്പെടുത്താൻ വിട്ടുപോയതാണ്. അതേപോലെ 64 സാമീപ്യ നിയമം. പിന്നെ അതേപോലെ 65 ചേരുംപടി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1 സി ആണ്. ZPD വൈഗോഡ്സ്കി. 2 ബ്രിഡ്ജ് ചാർട്ട് ഏതാണ്? കാതറിൻ ബ്രിഡ്ജസ് ആണ്. 3 ക്രിയാഗവേഷണം സ്റ്റീഫൻ എം കോറി. അതേപോലെ തന്നെ 4 എ ആണ്. അഡോളസെൻ്റ് അഗ്രഷൻ ആരാണ്? ആൽബർട്ട് ബന്ദൂരെ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഉത്തരം. 66 വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് കേട്ടോ. ഓരോന്ന് വായിച്ച് ഒരുപാട് സമയം കളയുന്നില്ല. പിന്നെ അതേപോലെ 67 ഉത്തരം പ്രാഗ് മനോവ്യാപാര ഘട്ടമെന്നാണ്. 68 മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിലിയർ ഇൻവെൻട്രി എന്നാണ്. ഇനി 69 1, 3 ആണ് കേട്ടോ ഉത്തരം. 1 ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും അപകർഷത. ഇത് 3, ഇതിൽ 2 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. പിന്നെ 70-ാമത്തത് 2ഉം 4ഉം ആണ്. ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി 71 ഓപ്ഷൻ സി ജി കോംബ്രിസ് ആണ്. 72 ഓപ്ഷൻ എ ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ. 73 RPWT ആക്ട് ആണ്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണത്തിനായി 2016 നിലവിൽ വന്ന ആക്ട്. പിന്നെ 74-ാമത്തെ ഉത്തരം പാഠപുസ്തക കേന്ദ്രീകൃത പഠനം മാത്രമാണ് ഇതിലെന്തല്ലാത്തത്, പെടാത്തത്. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അടിയന്തിരമായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതി ശാസ്ത്രങ്ങളിൽ പെടാത്തത് കേട്ടോ. ബാക്കിയൊക്കെ അറിവ് നിർമ്മാണ പ്രക്രിയയൊക്കെ അതിൽ പെടും. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഇനി 76 ഇതൊന്ന് നോക്കാം കേട്ടോ. 1 സി ആണ്, യുക്തീകരണം. പരീക്ഷകളിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിൻ്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കൽ യുക്തീകരണം. 2 എ എന്താണ്? താദാത്മീകരണം. പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേരും പ്രശസ്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളൽ. അതേപോലെ തന്നെ അനുപൂരണം. 3 ഡി ആണ്. പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. 4 ബി ആണ്. സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കുവാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെ പോലെ പെരുമാറുന്നതാണ് 4 ബി. ഇനി 77 ചോദക സാമാന്യവൽക്കരണം. ചോദ്യം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ചോദ്യപേപ്പർ. അപ്പോൾ ആൻസർ കീ മാത്രം പറഞ്ഞ് പോവാണ്. 78 ഓപ്ഷൻ ഡി ആണ് കേട്ടോ.
1 സി ആണ് ശ്രമപരാജയ പഠന രീതി. 2 എ നിരീക്ഷണ പഠന സിദ്ധാന്തം. ഓപ്ഷൻ ഡി ആണ്. പിന്നെ മൂന്നാമത്തത് ബി ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. 4 ഡി ആണ്. ഏതാണ്? സന്മാർഗിക വികാസം. ഇനി 79 സിറ്റുവേറ്റഡ് ലേണിംഗ്. 80 പ്രതിക്രിയാധ്യാപനമാണ്. ഇനി ഇംഗ്ലീഷാണ്. ഓപ്ഷൻ മാത്രം വായിച്ചു പോവുകയാണ്. 81 ഓപ്ഷൻ എ. 82 ഓപ്ഷൻ സി. 83 ഓപ്ഷൻ എ. 84 ഓപ്ഷൻ ബി. 85 ഓപ്ഷൻ ഡി. 86 ഓപ്ഷൻ സി. 87 ഓപ്ഷൻ ബി. 88 ഓപ്ഷൻ ഡി. 89 ഓപ്ഷൻ സി. 90 ഓപ്ഷൻ ഡി. ഇനി 91 വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക ചോദിച്ചത്. അതിൽ അധ്യേതാവാണ്. അധ്യാപകർ, അധ്യയന വിഷയം, അധ്യയന മാർഗം, ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട ഘടകം, കുട്ടിയാണ്. ഇനി 92 ഓപ്ഷൻ ബി കുഞ്ഞിരാമൻ നായർ. 93 ഓപ്ഷൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. 94 ഇതിൽ ശരിയായ വാക്ക് 2ഉം 3ഉം ആണ്. യാദൃശ്ചികവും വിമ്മിട്ടുമാണ്. 95 കോഴിക്കോടാണ് ഉത്തരം. ഓപ്ഷൻ എ. 96 ഓപ്ഷൻ സി ഇളംകുളം കുഞ്ഞൻപിള്ള. 97 ഓപ്ഷൻ എ വിദ്യാവിനോദിനി. 98 അന്ത്യപ്രാസം. 99 ഉപമാഗർഭം. 100 സൂക്ഷ്മ നിലവാര ബോധനം.